അനുദിനം രാഷ്ട്രീയം മാറിമറിയുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അവിടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വലിയ രീതിയിൽ തന്നെ ബി.ജെ.പിയും സഖ്യകക്ഷിയായ ഷിൻഡെ വിഭാഗവും എൻ.സി.പിയും ഒക്കെ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേക്ക് പോകുമ്പോൾ പ്രതിപക്ഷത്തു നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്ത ശരത് പവാറിൻ്റെ എൻ.സി.പി പൂർണ്ണമായി തന്നെ ഇല്ലാതാകുന്നു. എൻ.സി.പി പക്ഷത്തുള്ള 8 എം.പിമാർ എൻ.സി.പിയുടെ ഔദ്യോഗിക വിഭാഗം, ഇപ്പോൾ ഔദ്യോഗിക വിഭാഗമാണ് അജിത് പവാറിൻ്റെ എൻ.സി.പി, ആ വിഭാഗത്തിലേക്ക് ജോയിൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ പുതിയതായി പുറത്തു വരുന്ന വിവരം. ഈ 8 എം.പിമാർ വരുന്നതോടുകൂടി എൻ.ഡി.എക്ക് കൂടുതൽ ശക്തി പകരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അത് കൂടുതൽ കരുത്തായി മാറും. കാരണം ഇനി വരാനുള്ള അനവധി ബില്ലുകളുണ്ട്. വഖഫ് ബോർഡിൻ്റെ ബില്ലുകളടക്കം, ഏകീകൃത സിവിൽ കോഡ് ബില്ലുകളടക്കം അനവധി ബില്ലുകളുണ്ട്. ആ ബില്ലുകൾക്ക് ഇവരൊരു മുതൽക്കൂട്ടാകും. കഴിഞ്ഞ ദിവസം ഈ 8 എം.പിമാർ അജിത് പവാറിനെ കണ്ട് സംസാരിച്ചിരുന്നു. അതിൽ ചിലർ നൽകിയ സൂചന യഥാർത്ഥ എൻ.സി.പിയാണ് അജിത് പവാറിൻ്റെ എൻ.സി.പി, അതിലേക്ക് മടങ്ങുകയാണ്, കുടുംബത്തിലേക്ക് മടങ്ങുന്ന പ്രതീതി തന്നെയാണ് തനിക്ക് ഉള്ളതെന്നാണ്. ഇതിനെക്കുറിച്ച് ഏതായാലും ശരത് പവാറിൻ്റെ ഭാഗത്തു നിന്ന് മറുപടികൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഇതിനിടയിൽ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 2 തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ശരത് പവാർ ചർച്ചകൾ നടത്തിയത്. അന്ന് അദ്ദേഹം പറഞ്ഞത് ഈ ചർച്ചകൾക്ക് രാഷ്ട്രീയമില്ല, കർഷകരുടെ വിഷയങ്ങൾ മാത്രമാണ് സംസാരിച്ചത് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇതിനിടയിൽ സുപ്രിയ സുലെയ്ക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം നൽകിയേക്കും എന്നുള്ള ചില വാർത്തകളും മഹാരാഷ്ട്രയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ഇനി അവശേഷിക്കുന്നത് അവശിഷ്ട ഉദ്ധവ് വിഭാഗം, ശിവസേനയും ഒപ്പം കോൺഗ്രസുമാണ്. ഇനി ഉദ്ധവിൽ തന്നെ ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഉദ്ധവ് പക്ഷത്തുള്ള 9 എം.പിമാർ മോഡിയെ പിന്തുണയ്ക്കണമെന്ന് ഉദ്ധവിനോടും ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും അതിൻ്റെ തുടക്കമെന്ന നിലയിൽ ശരത് പവാറിൻ്റെ പക്കലുള്ള അല്ലെങ്കിൽ ശരത് പവാർ വിഭാഗത്തിലുള്ള 8 എം.പിമാർ എൻ.ഡി.എക്ക് പിന്തുണ നൽകുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.